ഇത് നഷ്ടത്തിലോടുന്നൊരു സ്ഥാപനമാണ്. 15 കോടിയോളം ലോസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് കൂട്ടുമെന്ന് അറിയത്തില്ല. അവിടേക്കാണോ നിങ്ങൾ ഈ സർക്കാർ ജോലിയും കളഞ്ഞേച്ച് വന്നതെന്ന് ചോദിച്ചു. ഞാൻ തളർന്നു പോയി. എന്ന് വെച്ചാൽ കയ്യിലിരുന്ന് പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ഡോക്ടർ റെജിമിനെ ഫോണിൽ വിളിച്ചു. ഞാൻ ഡോക്ടറെ എന്ത് വേണ്ടാതിനാണ് കാണിച്ചതെന്ന് ചോദിച്ചു. ഡോക്ടർ എന്ത് പറ്റി? ഡോക്ടറല്ലേ പറഞ്ഞു എന്നോട് രാജിവെക്കാൻ. എന്തിനെന്താ കുഴപ്പം, നിങ്ങളിങ്ങ് വരൂ എന്ന് പറഞ്ഞു. ഞാൻ അസ്വസ്ഥനാണെന്ന് കണ്ടപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. ഞാനവിടെ ചെന്നിട്ട് പറഞ്ഞു, 15 കോടി രൂപ നഷ്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനത്തിലേക്കാണോ അങ്ങനെ വിളിച്ചത് എന്ന് ചോദിച്ചു. അങ്ങനെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ലാഭത്തിലോടുന്നൊരു കമ്പനിയിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. ഞാനൊരു സെക്കൻഡ് ആലോചിച്ച് നോക്കി. ലാഭത്തിലോടുവാണെങ്കിൽ പിന്നെ അതങ്ങ് ഓടിക്കൊള്ളില്ലേ, നിങ്ങളുടെ ആവശ്യം എന്താ? നിങ്ങൾ പോയിരുന്ന് ജോലി ചെയ്യൂ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. നിങ്ങൾ ഈ എത്ര കാലം സർവീസിലുണ്ടാവും അത്രയും കാലത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ശമ്പളവും പിന്നെ പെൻഷനുണ്ടെങ്കിൽ ആ പെൻഷനും പിന്നെ നിങ്ങളുടെ കുടുംബം ഭാര്യയ്ക്കുൾപ്പെടെ കിട്ടുന്ന പെൻഷനും എല്ലാം കൂട്ടി എൻ്റെ സെക്രട്ടറി ഏൽപ്പിച്ചാൽ അത് ഞാൻ ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. നമ്മൾ കുടുംബത്തിൽ പറഞ്ഞതല്ലേ, നമ്മളതൊന്നും ചെയ്യത്തില്ലല്ലോ. നമ്മളത് കേട്ടില്ല എന്നടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഏഷ്യൻ ജീവിതം ആരംഭിച്ചത്.